അഖില ഭാരത പാണ്ഡവീയ മഹാവിഷ്ണു സത്രം 7 മുതൽ 14 വരെ ചെങ്ങന്നൂർ തൃച്ചീറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കും. 7-ന് സത്രശാലയിൽ പ്രതിഷ്ഠിക്കുന്നതിനായി മഹാവിഷ്ണുവിന്റെ 5 ദിവ്യ വിഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ട് തൃച്ചീറ്റാറ്റ്, പുലിയൂർ, തിരുവൻവണ്ടൂർ, തൃക്കൊടിത്താനം എന്നീ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള സത്ര പ്രഘോഷ രഥയാത്രയോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. അഖില ഭാരത പാണ്ഡവീയ മഹാവിഷ്ണു സത്രം 7-ാം തീയതി മുതൽ 14-ാം തീയതി വരെ ചെങ്ങന്നൂർ തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കും. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈശാഖ മാസാചരണത്തിൻ്റെ ഭാഗമായി ചെങ്ങന്നൂർ തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കാനിരിക്കുന്ന പാണ്ഡവീയ മഹാവിഷ്ണു സത്രത്തിൻ്റെ 6ാമത് പർവ്വം അതിൻ്റെ തുടക്കം ഈ മാസം 7-ാം തീയതി രഥഘോഷയാത്രയോടെ ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ദേവക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് വണ്ടിമല, വടശ്ശേരിക്കാവ് വഴി തൃച്ചിറ്റാറ്റ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് അവിടെ സമാപിക്കുന്നതാണ്. ഈ രഥഘോഷയാത്രയിൽ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിലെ ചൈതന്യ വിഗ്രഹങ്ങൾ രഥഘോഷയാത്രയായാണ് ചെങ്ങന്നൂർ എത്തിക്കുന്നത്. ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെയും താലപ്പൊലികളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെ അകമ്പടിയോടെ അത് രഥഘോഷയാത്ര തൃച്ചിറ്റാറ്റ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ അവിടെ ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും അവിടെ എത്തിച്ചേരുന്നത്. അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം അവിടെ തന്നെ പുറത്ത് വെളിയിൽ പ്രതീക്ഷിക്കുന്ന താൽക്കാലിക പ്രതിഷ്ഠയാണ് നടത്തുന്നത്. അന്നത്തെ ദിവസത്തെ ചടങ്ങ് അതോടെ അവസാനിക്കും. പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് ഇപ്പോൾ 36 ദിവസമായി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന നാരായണീയം ഇന്ന് 25-ാം ദിവസം കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ 1034 ശ്ലോകങ്ങളെ പ്രതികരിച്ച് 1034 നാരീരത്നങ്ങൾ അന്ന് ഈ 8-ാം തീയതി രാവിലെ 8 മണിക്ക് മെഗാനാരായണീയം ആരംഭിക്കും. അന്ന് വൈകിട്ട് ആ മെഗാനാരായണീയം സമർപ്പിച്ചതോടുകൂടി മെഗാനാരായണീയത്തിൻ്റെ ആ ഷെഡ്യൂൾ അവസാനിക്കും. മെയ് 7-ന് സത്രശാലയിൽ പ്രതിഷ്ഠിക്കുന്നതിനായി മഹാവിഷ്ണുവിന്റെ 5 ദിവ്യ വിഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ട് തൃച്ചിറ്റാറ്റ്, പുലിയൂർ, തിരുവൻവണ്ടൂർ, തൃക്കൊടിത്താനം എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള സത്ര പ്രഘോഷ രഥയാത്ര നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിവിധ പൂജകൾ നടക്കും. പ്രഭാഷണങ്ങൾ, മറ്റ് പരിപാടികൾ എന്നിവയും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും വിശേഷാൽ പൂജകളും 3 നേരം അന്നദാനവും ഉണ്ടാകും. ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ പഞ്ചദിവ്യ ദേവദർശൻ ഭാരവാഹികൾ, ഉപദേശ സമിതി ഭാരവാഹികൾ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു. CDN ന്യൂസ്, മാവേലിക്കര.